അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ അലാസ്ക കാനഡയുടെയും റഷ്യയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. 1867 വരെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലാസ്ക അമേരിക്കയുടെ ഭാഗമായി മാറിയത് ചരിത്രപരമായ ഒരു കരാറിലൂടെയായിരുന്നു. ഡാനിഷ് പര്യവേഷകനായ വിറ്റസ് ബെറിംഗ് 1741 ഈ പ്രദേശം കണ്ടെത്തിയതോടെയാണ് യൂറോപ്യന്മാർക്ക് ഈ ഭൂമി പരിചയമാകുന്നത്. റഷ്യൻ തിമിംഗല വേട്ടക്കാരും റോമ വ്യവസായികളും ഇവിടെ താവളമുറപ്പിച്ചു. എന്നാൽ റഷ്യൻ സാമ്രാജ്യത്തിന് അലാസ്കയിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതിനു പുറമെ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളിൽ നിന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് റഷ്യയ്ക്ക് തോന്നി. റഷ്യയുടെ ഈ സാഹചര്യം മുതലെടുത്ത് അമേരിക്ക അലാസ്ക വാങ്ങുകയായിരുന്നു. 1867 മാർച്ച് 30 റഷ്യ $72 ലക്ഷം അലാസ്ക അമേരിക്കയ്ക്ക് വിറ്റു. അക്കാലത്ത് അമേരിക്കയിലെ പലരും ഈ നീക്കത്തിനെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് അലാസ്കയുടെ പ്രാധാന്യം അമേരിക്ക തിരിച്ചറിഞ്ഞു. അലാസ്കയിലെ സ്വർണ്ണശേഖരം കണ്ടെത്തിയതും മീൻപിടുത്തത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സാധ്യതകൾ തിരിച്ചറിഞ്ഞതും ഈ പ്രദേശത്തെ അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയുടെ നിർണായക ഘടകമാക്കി മാറ്റി. 1959 ജനുവരി 3 അലാസ്ക അമേരിക്കയുടെ 49ാമത് സംസ്ഥാനമായി മാറി. ഈ സ്ഥലം ഉച്ചകോടിക്കായി ട്രംപ് തിരഞ്ഞെടുത്തതിന് വേറെയുമുണ്ട് ചില കാരണങ്ങൾ. നിലവിൽ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ആ കോടതിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അലാസ്കയിൽ വെച്ച് പുടിനെ അറസ്റ്റ് ചെയ്യാനാവില്ല.